നമ്മുടെ പ്രത്യക്ഷ ദൈവം ആരാണെന്നറിയാമോ? നമ്മുടെ പ്രത്യക്ഷ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ പ്രത്യക്ഷ ദൈവം സൂര്യനാണ്. സൂര്യൻ നമ്മുടെ പ്രത്യക്ഷ ദൈവമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നക്ഷത്രമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മുഖ്യ ഉറവിടം ആരാണ്? സൂര്യനാണ്. ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മുഖ്യ ഉറവിടം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? സൂര്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പോലും അടിസ്ഥാനം ആരാണ്? സൂര്യനാണ്. കുടിവെള്ളത്തിൻ്റെ പോലും അടിസ്ഥാനം സൂര്യനാണ്. എന്തുകൊണ്ടാണ്? സൂര്യനല്ലേ ജലാശയങ്ങളിലെ ജലം ബാഷ്പമായിട്ട് അന്തരീക്ഷത്തിലെത്തിക്കുന്നു. പിന്നെ അതിനുശേഷം മേഘമാക്കി മാറ്റുകയും മഴയായി പെയ്യിപ്പിക്കുന്നതൊക്കെ ആരാണ്? മഴയായിട്ട് പെയ്തിറങ്ങുന്നതിൻ്റെയൊക്കെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട്? സൂര്യൻ്റെ പ്രവർത്തനം വളരെ വലുതാണ്. മഴ പെയ്യിപ്പിക്കുന്നതിലൊക്കെയുള്ള സൂര്യൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഈ സൂര്യനില്ലെങ്കിൽ മഴയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. മഴ ഉണ്ടായില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. കുടിവെള്ളം കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെ സൂര്യൻ ഒരു ദിവസം ഒന്ന് പണിമുടക്കി കഴിഞ്ഞാൽ ലോകത്തിനുണ്ടാകുന്ന മാറ്റം നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ എന്താണ്? നമ്മുടെ പ്രത്യക്ഷ ദൈവമാണ്. കന്യാകുമാരി എന്നൊരു സ്ഥലമുണ്ട്. കന്യാകുമാരി നമുക്കെല്ലാം കേട്ട് സുപരിചിതമായ സ്ഥലമാണ് കന്യാകുമാരി. ഒരു തവണയെങ്കിലും കന്യാകുമാരിയിൽ പോകാത്തവരായിട്ട് ആരും കാണുകയുമില്ല. കാരണം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ കന്യാകുമാരിയിൽ പോയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. കന്യാകുമാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഉദയാസ്തമനം കാണാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം കന്യാകുമാരിയാണ്. ലോകത്ത് ഉദയാസ്തമനം കാണാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം കന്യാകുമാരിയാണ്. ഇപ്പം പിന്നെ കന്യാകുമാരിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജൊക്കെയാണ്. ഗ്ലാസ് ബ്രിഡ്ജ്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടിപ്പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടിപ്പാലം അവിടെയാണ്, കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്കിനെയും തിരുവള്ളുവരുടെ സ്റ്റാച്യുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കണ്ണാടിപ്പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കന്യാകുമാരിയിൽ ഒരു സന്ധ്യാസമയത്തൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കന്യാകുമാരിയിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എന്താണ്? മനോരഞ്ജകമാണ്. അതായത് മനസ്സിന് സന്തോഷം നൽകുന്നവയാണ് കേട്ടോ. കന്യാകുമാരി പറഞ്ഞാൽ ലോകത്ത് ഉദയാസ്തമനം കാണാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം കന്യാകുമാരിയാണെന്ന് ഞാൻ പറഞ്ഞു. കന്യാകുമാരിയിൽ രാവിലെ ഒരു 6 മണി സമയത്തൊക്കെ നമ്മൾ അവിടെ കന്യാകുമാരിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും സൂര്യൻ കടലിൽ നിന്നും ഇങ്ങനെ ഉയർന്ന് പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് തിരിച്ച് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒരു 6 മണി സമയത്ത് സൂര്യൻ കടലിൽ താഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തെന്നു കടലിലേക്ക് താണു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് കന്യാകുമാരിയിലെ ഒരു പ്രത്യേകതയാണ്. ഇത് സത്യമാണോ? ഒരിക്കലുമല്ല. സത്യമാണോ? സത്യമല്ല. കാരണം ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പം ആർക്കുണ്ട്? സൂര്യനുണ്ട്. അങ്ങനെയുള്ള സൂര്യൻ കടലിൽ താഴുമോ? ഇല്ല. പക്ഷേ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് സൂര്യൻ കടലിൽ താഴുന്നതായിട്ടും സൂര്യൻ രാവിലെ കടലിൽ നിന്നിങ്ങനെ ഉയർന്നു പോകുന്നതായിട്ടും അങ്ങ് കാണുവാൻ കഴിയും. അത് ഒരു മിഥ്യയായ ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു മായക്കാഴ്ചയാണ്. അത് സത്യമാണോ? അല്ല. സത്യമാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കണ്ണുകൾക്കും കാതുകൾക്കും അതീതമാണ് സത്യം കേട്ടത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ കണ്ണുകൾക്കും കാതുകൾക്കും എന്താണ്? സത്യം അതീതമാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും എന്തായിരിക്കുകയില്ല, സത്യമായിരിക്കുകയില്ല. ഇപ്പം നിങ്ങളോട് ഒരാൾ പെട്ടെന്ന് വന്നു നിങ്ങളുടെ ഒരു പരിചിതനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയാണ്, എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറയുകയാണ്. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളുടെ പരിചിതനോടുള്ള മനോഭാവത്തിൽ എന്ത് ചെയ്യും? മാറ്റം വരുമോ? ഇല്ലയോ? മാറ്റം വരും. നമ്മളൊക്കെ മനുഷ്യരാണോ? സ്വാഭാവികമായിട്ടും മാറ്റം വരും. എന്നാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സത്യസ്ഥിതി മനസ്സിലാക്കണം. ഏത് കാര്യത്തിൻ്റെയും സത്യസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ പാടുള്ളൂ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്താ അറിയാം? അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെയുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നമ്മൾ ഏത് കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം, സത്യസ്ഥിതി മനസ്സിലാക്കണം.
സത്യസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. അതാണ് ബെറ്റർ കേട്ടോ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ട് അതിൽ ചാടി പുറപ്പെട്ട അഭിപ്രായം പറയുന്നതിനോട് എന്തില്ല, എനിക്ക് യാതൊരു യോജിപ്പില്ല. അതെന്താണ്? തെറ്റായ രീതിയാണ് കേട്ടോ. ഏത് കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക, സത്യം അറിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. സത്യം അറിഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക, സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ലോകത്ത് നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ അതീതമാണ് പലപ്പോഴും സത്യം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊന്നും ചിലപ്പോൾ സത്യമായിരിക്കില്ല. അത് കന്യാകുമാരിയിലെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കന്യാകുമാരിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണും സൂര്യൻ വന്ന് കടലിൽ താഴ്ന്നായിട്ട് നമുക്ക് തോന്നുമല്ല, സൂര്യൻ കടലിൽ താഴ്ന്നതായിട്ട് നമ്മൾക്ക് അങ്ങ് അനുഭവം ഉണ്ടാകും, അതുപോലെ തോന്നും. പക്ഷെ സൂര്യൻ കടലിൽ താഴുന്നില്ല കേട്ടോ. കന്യാകുമാരി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഒരു അതിപ്രശസ്തമായ ഒരു സ്ഥലമാണ്. ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ അതിപ്രശസ്തമായ ഒരു സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ ഒരു ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് കേട്ടോ. കന്യാകുമാരി ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അതിപ്രശസ്തമാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസവും അവിടെ വന്നു പോകുന്നത്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസവും അവിടെ വന്നു പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ സമാധിയൊക്കെ എവിടെയാണ്? വിവേകാനന്ദ റോക്ക്, കന്യാകുമാരി. അതുപോലെ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഇവിടെ തന്നെയാണ്, കന്യാകുമാരിയിൽ തന്നെയാണ് തിരുവള്ളുവരുടെ പ്രതിമ. സ്റ്റാച്യു ഓഫ് തിരുവള്ളുവർ എവിടെയാണ് ലൊക്കേറ്റഡ്? കന്യാകുമാരി.